ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ആദ്യം തന്നെ എല്ലാവർക്കും ചിങ്കാൻമിയുടെ വക റമദാൻ ആശംസകൾ. ഇന്ന് നമ്മളൊരു കുക്കർ ബിരിയാണി ആയിട്ടാണ് ട്ടോ വന്നിട്ടുള്ളത്. കുക്കറിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണിത്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം. ഓക്കെ, അങ്ങനെ ഇതിലേക്ക് 2 സവാള, 2 തക്കാളി, 2 പച്ചമുളക്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ അരിഞ്ഞെടുക്കാനായിട്ട് പോണത്. അങ്ങനെ ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വേഗം അരിഞ്ഞെടുക്കാം. അപ്പോൾ അതേ സവാളയൊക്കെ ഞാനിവിടെ അരിയാണ്. അപ്പോൾ അതിന് ശേഷം നമ്മൾ തക്കാളിയും പിന്നെ അതേ പച്ചമുളകൊക്കെ ഇതിൽ അരിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും പുതിനയിലയും കൂടി കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ അതുകൂടെ അതേ കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി ഈ ബിരിയാണിയിലേക്ക് ഞാൻ 1/2 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബിരിയാണി 2 കപ്പ് അരിയാണ് നമ്മൾ ബിരിയാണി തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് 1/2 കിലോ ചിക്കൻ എന്നുള്ള കണക്കിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതേ ഇവിടെ ഞാൻ അരിയെല്ലാം കഴുകി നല്ല കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളമൊക്കെ കളഞ്ഞിട്ട്. അപ്പോൾ അതേ ഈ കപ്പിൽ 2 കപ്പ് അരിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പു, ബേ ലീഫ് അങ്ങനത്തെ സാധനങ്ങളുണ്ടല്ലോ, നമ്മൾ സ്പൈസസ്. ഈ സ്പൈസസ് ഒക്കെ അതേ ഞാൻ ഇത്രയും സ്പൈസസ് ആണ് ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അങ്ങനെ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 3 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പൊട്ടി വരിക എന്ന് പറയില്ലേ, അത് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് നമ്മളിത് 2 സവാളയാണ് എടുത്തിട്ടുള്ളത് അറിയാലോ. ഇനി ഈ ബിരിയാണിയിൽ നമുക്ക് സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്നും വറുത്തിടേണ്ട ആവശ്യമില്ല. ഇത് ഇതിൽ തന്നെ കിടന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വഴഞ്ഞു വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തു. പക്ഷെ എനിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഓയിലിൻ്റെയും നെയ്യിൻ്റെ ഒക്കെ കുറവ് തോന്നിയത് കൊണ്ട് ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിലും 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ നെയ്യ് ഓയിലൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതൊന്ന് അടിയിൽ പിടിക്കും. എല്ലാതും കൂടിയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇത്തിരി ഓയിലും അല്ലെങ്കിൽ നെയ്യാണ് കൂടുതൽ ഒഴിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മുന്നിൽ നിൽക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ഇതുണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഒഴിച്ചിട്ട് വീണ്ടും ഇതിനെ നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതേ അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നല്ല രീതിയിൽ തന്നെ ആയി. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ 2 തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ തക്കാളിയും കൂടി ഇട്ട് നല്ലവണ്ണം വഴറ്റിയിട്ട് ഇതിലേക്ക് അല്പം മല്ലിയിലയും പുതിനയിലയും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ മല്ലിയിലയും പുതിനയിലയൊക്കെ ആകുമ്പോൾ അതിൻ്റെ ഒരു ബിരിയാണിയുടെ സ്മെല്ലുണ്ടല്ലോ, അത് അടിപൊളിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്തിരി മല്ലിയിലയും പുതിനയിലയും നമ്മൾ കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇതിൽ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 3 ടീസ്പൂണാണ് കേട്ടോ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. ഈ ബിരിയാണി ആയതുകൊണ്ട് കേട്ടോ നമ്മൾ ഗ്രേവി ഇതൊക്കെ കൂടിയിട്ടുള്ള മിക്സ് ആയതുകൊണ്ടാണ് ഈ മല്ലിപ്പൊടി ഇതിലിട്ട് കൊടുക്കുന്നത്. പിന്നെ അതേ മുളക് പൊടി ഞാൻ 2 ടീസ്പൂൺ, അതായത് കറക്റ്റ് 2 ടീസ്പൂൺ മുളക് പൊടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി മുളക് പൊടിയുടെ അളവ് കുറയ്ക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ 1 ടീസ്പൂൺ എങ്ങനെ ഇട്ടാൽ മതി. പിന്നെ അതേ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ടിട്ട് ഇതിനെ നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്യണം, കാരണം അതിൻ്റെ പച്ചമണമൊക്കെ പോകണം. പിന്നെ അതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കേട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ 1/2 കപ്പിൻ്റെ കേടാണിത്. അതും കൂടി ഇട്ടിട്ടാണ് ഇതിനെ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ കേട് മെയിനായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗ്രേവിയുടെ തിക്നെസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഉപ്പിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ 2 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ നമുക്കിത് ലാസ്റ്റ് എല്ലാം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് എക്സ്ട്രാ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടിയിട്ട് വീണ്ടും നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗ്രേവിയിൽ കിടന്നിട്ട് ഈ ചിക്കൻ കഷ്ണങ്ങൾ എന്താ പറയുക നല്ല രീതിയിൽ നമ്മൾ ഇതിനെ മിക്സ് ചെയ്തെടുക്കണം. കാരണം ആ ഗ്രേവി അതിൽ നല്ലവണ്ണം അങ്ങോട്ട് പിടിച്ച് കിട്ടണം.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഗ്രേവിയും ചിക്കനൊക്കെ കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദേ ഈ റൈസ് നമ്മൾ ഫുള്ളായിട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഈ റൈസും കൂടി ഇട്ടിട്ട് ഇതിനെ നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ആ റൈസ് ആ ഗ്രേവിയിൽ ആ ചിക്കനിലൊക്കെ കിടന്നിട്ട് നല്ലവണ്ണം അങ്ങോട്ട് മിക്സ് ആയിട്ട് വരണം. അപ്പോൾ എങ്കിൽ മാത്രമാണ് നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ആ റൈസിൽ ഇങ്ങനെ പിടിക്കുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് എല്ലാവരും മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതേ നോക്കിയാൽ ഇവിടെ നല്ലവണ്ണം നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കപ്പ് റൈസിലേക്ക് 5 കപ്പ് വെള്ളമാണ് കേട്ടോ ആഡ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ചിക്കനും മറ്റൊക്കെ ഉണ്ടല്ലോ. അപ്പം എല്ലാം കൂടി ആകുമ്പോൾ വെള്ളത്തിൻ്റെ കുറവ് വരരുത്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 5 കപ്പാണ് കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിനെ നല്ലവണ്ണം നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ വെള്ളത്തിലൊക്കെ കിടന്നിട്ട് അതൊന്ന് മിക്സ് ചെയ്യുക. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഇതിലേക്ക് നമുക്കിത് 1 ടീസ്പൂൺ നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള നമ്മൾ മല്ലിയിലയും പുതിനയിലയൊക്കെ ഉണ്ടായിരുന്നല്ലോ, ആ ബാക്കിയുള്ള മല്ലിയിലയും പുതിനയിലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് ഇതിനെ അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് വേവിച്ചെടുക്കുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1 വിസിലാണ് കേട്ടോ, 1 വിസിൽ മതി. അപ്പം നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. മാത്രമല്ല ഇതൊരു 5 മിനിറ്റ് വെക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ നമ്മുടെ കുക്കറിനെ ബേസ് ചെയ്തിരിക്കും. ചില കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടണത് കാണാം. അപ്പം പ്രഷർ കൂടുതലുള്ളതനുസരിച്ചിട്ട്. അപ്പം നമ്മൾ അങ്ങനെ ചെയ്യണ്ട. ഇതേ 1 വിസിലിന് ശേഷം പെട്ടെന്ന് തന്നെ ഓഫ് ആക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അതിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അങ്ങനെ ഞാനിവിടെ തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തുറന്നപ്പോൾ നല്ല സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങൾക്കൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് സെർവ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എപ്പോഴും ഇത്തിരി ചൂടാറിയതിന് ശേഷം നമ്മൾ കുക്കറിൽ നിന്ന് എടുത്ത് കഴിക്കുന്നതായിരിക്കും കേട്ടോ നല്ലത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിലല്ല, അപ്പോഴാണ് അതിലെല്ലാ ഇൻഗ്രീഡിയൻസും പിടിച്ചിട്ട് അതിനൊരു ടേസ്റ്റ് കൂടെ. ചൂട്ടോടെ കഴിക്കുമ്പോൾ നമുക്ക് ആ ടേസ്റ്റ് പെട്ടെന്ന് അറിയില്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ പറഞ്ഞത്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കനൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് വെന്ത് കിട്ടും. അത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മൾ സാധാരണ ചിക്കൻ വയ്ക്കുമ്പോൾ ഇത്രയും വെന്ത് കിട്ടുമെന്ന് എനിക്ക് തോന്നാറില്ല. അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി റംദാൻ ആശംസകൾ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.